ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു സൺഡേ ഡേ ഔട്ട് വീഡിയോ ചെയ്താലോ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ പുറത്തു പോയി. അപ്പോൾ കഴിഞ്ഞ സൺഡേ അല്ല, അതിന് മുമ്പത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ പതുക്കെയാണ് ഇടുന്നത്. അപ്പോൾ അന്ന് ഫുഡും പുറത്തുനിന്ന് കഴിച്ച് അത്യാവശ്യം വീക്കെൻഡ് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചാൽ പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് KFCയിലേക്കാട്ടോ. ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് നടത്താം, കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഉച്ച സമയമായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ KFCയിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അവർ വിളിക്കുമ്പോൾ അങ്ങ് ചെന്ന് പിക്ക് ചെയ്യാമെന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നീൽഗിരി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. ആ ഒരു വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറേ തീർന്നിരുന്നതൊക്കെ വാങ്ങിക്കണമായിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ അല്ലാത്ത കുറേ ഗ്രോസറി ഐറ്റംസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നതൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് വേറെ ഇനി ഒരു സ്ഥലത്തേക്ക് പോകണ്ടല്ലോ, തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് കയറി. അങ്ങനെ ആ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ നീൽഗിരീസിൻ്റെ മുകളിൽ തന്നെയാണ് മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. ഡ്രസ്സിൻ്റെ ഭയങ്കര ഫേമസ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ പിള്ളേർക്കുള്ളത് കൂടുതലും അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിലിടാൻ ടീഷർട്ടൊക്കെ അവിടെ നിന്ന് എടുക്കാറുണ്ട്. അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് റീസണബിൾ റേറ്റിന് എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തേക്കുന്ന ഡ്രസ്സൊന്നും വീട്ടിലിടുന്നതാണെങ്കിൽ പോലും അത് ഒന്നും പറ്റില്ല. അതിൻ്റെ മെറ്റീരിയലിന് ക്വാളിറ്റിയിലൊന്നും വ്യത്യാസം വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാക്സിൽ പോയി ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പോയത് അവൾക്കൊരു ജീൻസ് എടുക്കാനായിരുന്നു. അവൾക്ക് ജീൻസ് ഇല്ല, എനിക്കൊരു ജീൻസ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവളുടെ സൈസിന് കിട്ടുമോ എന്ന് നോക്കി പോയതാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട് അതിന് പറ്റിയൊരു ടോപ്പും കണ്ടുപിടിച്ചു. അങ്ങനെ അവൾക്ക് അത് വാങ്ങിച്ചു. പിന്നെ അവിടെ ടീഷർട്ടിൻ്റെ ഓഫർ കണ്ടപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ടീഷർട്ടും സെലക്ട് ചെയ്തു. മെറൂണും ഗ്രീനും ടീഷർട്ട് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഓർണമെൻറ്റ്സ് ഈ കമ്മലൊക്കെ കിടക്കുന്നിടത്ത് നോക്കി. പക്ഷേ വില ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പിന്നെ എനിക്ക് ഇയറിങ്സ് അങ്ങനെ ഒരുപാട് കളക്ഷനൊന്നും വലിയ ഇഷ്ടമല്ല. ഇയറിങ്സ് ഞാൻ എപ്പോഴും മാറ്റാറുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ബാക്കിയുള്ളവർ 2-3 പേരെ കാണാനില്ല. അന്വേഷിച്ച് മുകളിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ അവന് മോന് വേണ്ടിയിട്ട് പുള്ളോവറൊക്കെ നോക്കുക. ആൾ പുള്ളോവർ ഫാനാണ്. അത് എപ്പോൾ നോക്കിയാലും എനിക്ക് പുള്ളോവർ മതി എന്ന് പറയും. എത്ര ചൂടാണെങ്കിലും അവൻ പുള്ളോവർ ഇടും, അത്രയും ഇഷ്ടമാണ് പുള്ളോവർ. അപ്പോൾ അത് സെലക്ട് ചെയ്തു അവന് വേണ്ടിയിട്ട്. അങ്ങനെ മാക്സിലെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും വിശപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം തിന്നാനുള്ള ഒരു വിശപ്പ്. അങ്ങനെ ഞങ്ങൾ 3 പേരും നേരെ തൊട്ട് താഴെയുള്ള അമൂലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം അങ്ങ് വാങ്ങിച്ചു. അവൾ ചോക്കോബാറാണ് കഴിക്കുള്ളൂ, അപ്പോൾ അവൾ അത് വാങ്ങിച്ചു. മോനൊരു കോർണറ്റോ ബ്ലാക്ക് കറൻറ്റോ വേറെ ഏതോ ക്യാൻഡി ടൈപ്പ് ഏതോ ഒരു കോർണറ്റോ വാങ്ങിച്ചു. അതുപോലെ കോൺ ഐസ്ക്രീം എന്തോ. ഞാൻ പിന്നെ ഫലൂദ ലവറാണല്ലോ, എനിക്ക് അതിൽ കുറഞ്ഞൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രീമിയം ടൈപ്പ് ഫലൂദ ഓർഡർ ചെയ്തു.
അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിക്കട്ടെ. എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഫുൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ദെൻ, ടാറ്റാ, ബൈ ബൈ.